നമസ്കാരം. പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയതോടുകൂടി ഇന്ത്യൻ സൈന്യം പാക് അതിർത്തിയിലുള്ള ഭീകരർക്കെതിരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന 6 കുടുംബങ്ങൾ, 6 വീടുകളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ചൈന മാത്രമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചൈന പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായവും ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള പോർ വിമാനങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറി എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതോടുകൂടി ഇന്ത്യ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം കടുത്ത രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഭീകരരെ പിടികൂടും എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ സൈനികർ നീങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് നിമിഷവും ഈ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഇന്ത്യ കീഴടക്കും, ഇന്ത്യ കണ്ടുപിടിക്കും, അത് തകർക്കും എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഭീകരർക്കായി ത്രാൾ, അനന്തനാഗ, കൊക്കർനാഗ് ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരസേനയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട്. അനന്തനാഗ് പോലീസും ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ഒപ്പമുണ്ട്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ 4 സ്ഥലത്ത് സുരക്ഷാ സേന വളഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരിടത്ത് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായെന്നും സൂചന നൽകുന്നു. ഭീകരർ നിലവിൽ ത്രാൽ, കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിൽ എത്തിയെന്ന സൂചനയും ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്നുണ്ട്. ഭീകരർക്കായി ത്രാള്, അനന്തനാഗ, കോക്കർനാഗ് ഭാഗങ്ങളിൽ തെരച്ചിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കരസേനയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഈ തെരച്ചിലിന് ഇന്ത്യൻ സേനയെ സഹായിക്കുന്നതായുള്ള വിവരവും ലഭിക്കുന്നു. അതേസമയം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നുപോകുന്ന ടണലുകൾക്കുമാണ് CRPF സുരക്ഷ കൂട്ടിയിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെക്കുകയുണ്ടായി. ഫലപ്രദമായി തിരിച്ചടിച്ച് എന്ന് സൈന്യം വ്യക്തമാക്കുന്നുമുണ്ട്. അതിൻ്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് NIA അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലടക്കം NIA സംഘം എത്തും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തുതന്നെയായാലും ഒരു അടി പോലും പുറകോട്ടില്ല എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും തങ്ങൾ ഒരുക്കും എന്നും അതിർത്തി വളരെ കർശനമായ ശക്തമായ രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ശരിക്കും പാകിസ്ഥാൻ വല്ലാത്ത രീതിയിൽ ഒരു വിരളി പിടിച്ചതുപോലെയാണ് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാന് നേരെയുള്ള ശക്തമായ ആക്രമണത്തിനാണ് ഇന്ത്യ ഇപ്പോൾ മുതിരുന്നത് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതിന് പാകിസ്ഥാനെ സഹായിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒരേ ഒരു രാജ്യമാണ് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് ചൈനയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും എത്തിക്കാം എന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. ഈ വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കടന്നു പോകില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ പാകിസ്ഥാനിൽ ഇത് വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കടുത്ത രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അതിനുവേണ്ടി എല്ലാ വിധത്തിലും ഇന്ത്യയും സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് വ്യോമസേന സേനാ വിഭാഗത്തിൽ നിന്നും കിട്ടുന്ന അറിവ്. എന്തായാലും വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാന് നേരെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.